കോഴിക്കോട് കൊയിലാണ്ടി നന്ദി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളുടെയും ഭൂമി ഏറ്റെടുക്കണമെന്ന് സർവകക്ഷി യോഗം. സമരസമിതി അനിശ്ചിതകാല സമരം ശക്തമാക്കും. അദാനിയുടെ ഓഫീസിലേക്ക് 20-ന് മാർച്ച് നടത്താനും തീരുമാനം. കോഴിക്കോട് കൊയിലാണ്ടിക്കൊല്ലം കുന്നോറമല ഭാഗത്ത് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്ത സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ പ്രതിരോധിക്കാൻ കഴിയാതെ നിർമ്മാണ വിഭാഗം ഇരുട്ടിൽ തപ്പുകയാണ്. പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട പുതിയ ദേശീയപാതയിൽ പ്രദേശവാസികൾ നടത്തുന്ന സമരം 10-ാം ദിവസത്തേക്ക് കടന്നു. തികച്ചും അശാസ്ത്രീയമായി 40 മീറ്ററിലധികം ഭാഗം കുത്തനെ മണ്ണെടുത്തതാണ് മണ്ണിടിയാൻ കാരണം. ഇവിടുത്തെ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് സോയിൽ നെയിലിംഗ് പ്രായോഗികമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മളിത് തുടങ്ങുന്ന അന്ന് മുതലേ പറയുന്നുണ്ട്, നമുക്ക് ഇത് ഡീപ്പായിട്ട് കട്ട് ചെയ്ത്, അത് നമ്മളൊരു മല ഇങ്ങനെ കിടക്കുന്ന മലയാണ്, ആ മല സെൻട്രൽ കട്ട് ചെയ്യാണ്. അന്ന് മുതൽ നമ്മൾ പറയുന്നുണ്ട് 10-35 മീറ്റർ താഴോട്ട് താവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും ഇടപെടുന്നില്ല. പിന്നെ അത് ഇവർ കുഴിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഇടപെടുന്നുണ്ട്, ഇത് നടക്കുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നുണ്ട് വക്കത്ത് കുറേ വീടുകളുണ്ട്, പിന്നെ റോഡുകൾ ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ പറഞ്ഞു നടക്കും. ഇവരൊന്നും ചെയ്യുന്നില്ല, ഒരു കാര്യം അവർ തീരുമാനിക്കുന്നില്ല. അശാസ്ത്രീയമായ മണ്ണെടുപ്പ് നിരവധി കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിട്ടുള്ളത്. 9 കുടുംബങ്ങൾ അതീവ അപകട ഭീഷണിയിലും 20ഓളം കുടുംബങ്ങൾ മാറ്റിപ്പാർപ്പിക്കൽ സാഹചര്യത്തിലുമാണ് ഇവിടെയുള്ളത്. അപകടാവസ്ഥയിലുള്ള വീടുകളും പ്രദേശങ്ങളും പൂർണ്ണമായും ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നാണ് ഷീജയെ പോലുള്ള വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നത്. സൈഡിലുള്ള വീട്ടുകാരെല്ലാവരും വാടകയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അതിൽ പോയ ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും. പക്ഷേ ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ 8 മാസത്തോളമായി ഞങ്ങൾ വീട് അടച്ചിട്ടിട്ട് വാടക വീട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 5 മാസത്തോളമായി വാടക കിട്ടാത്തതും. അങ്ങനെ പിന്നെ വേറെ വീട്ടിൽ വേറെ ആരുമില്ല. എൻ്റെ ഒരു മോനെ പോയിട്ട് നയിച്ചിട്ട് കൊണ്ടിരുന്നത്, അതിനെ കൊണ്ടാണ് വാടകയും കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സങ്കടപ്പാടിലാണ് ഇപ്പം നിൽക്കുന്നത്. എങ്ങനെയായാലും സൈഡിലുള്ള വീടുകൾ ഏറ്റെടുത്ത്, ഭീഷണിയുള്ള വീടുകൾ ഏറ്റെടുത്ത് അതിലൂടെയുള്ള റോഡ് ഒരു പുരോഗമിച്ച് കിട്ടണം എന്നുള്ളൊരു ഇത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മുകൾ ഭാഗത്ത് വിള്ളലുകൾ വന്ന വീടുകൾ സന്ദർശിക്കാനും അപകടാവസ്ഥ മനസ്സിലാക്കാനും കളക്ടർ തയ്യാറായില്ലെന്നും പ്രദേശത്തെ വീടുകളും സ്ഥലങ്ങളും ഏറ്റെടുക്കണമെന്ന ആവശ്യം ഇതേവരെ പരിഗണിച്ചിട്ടില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. തീരെ ശാശ്വതമല്ല. സോയിൽ നെയിലിങ്ങിന് നമ്മൾ പല പ്രദേശത്ത് നമ്മൾ കണ്ടതാണ്. വടകര, കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മൊത്തമായിട്ട് ഇടിഞ്ഞ് വരുന്നത്. ഇത് 35 മീറ്റർ താഴ്ചയിലാണ് ഈ റോഡ്. അതുപോലെ തന്നെ 45 മീറ്റർ വീതിയിലാണ് ഈ റോഡ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ പകുതി വരെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇടിഞ്ഞത്. എന്നത് നേരെ കുത്തനെയാണ് ഇതെടുത്തത്. ഇത് അശാസ്ത്രീയമായ മണ്ണെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ദുരിതം ഈ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്നത്. എന്തായാലും തീർച്ചയായും സമരമായിട്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളുടെയും സ്ഥലം കമ്പനി അധികൃതർ ഏറ്റെടുക്കണമെന്നും അടിയന്തരമായി നെയിലിംഗ് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി 20-ന് അദാനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും സർവകക്ഷി സമരസമിതി തീരുമാനിച്ചു. കൊല്ലം കുന്നിയോറമലയിലെ ജനങ്ങൾ വികസനത്തിനെതിരല്ല, പക്ഷേ അവരുടെ സ്വൈര്യ ജീവിതം തകരാൻ പാടില്ല. അതുമാത്രമാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. കൊല്ലം കുന്നിയോറമലയിൽ നിന്നും ക്യാമറമാൻ ആദീന്ദ്രജിത്തുവിനൊപ്പം രതീഷ് വാസ്തേവൻ, ന്യൂസ് മലയാളം.